ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മണലിലെ പള്ളിയാമൂല എന്ന പ്രദേശത്താണ്. ഇന്നലെ ഉച്ചവരെ ഈ പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ തന്നെ പുറത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നിരുന്നു. സാമാന്യം വലിപ്പമുള്ള 1-2 തോടുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ ആളുകൾക്ക് നടന്നു പോകുന്ന സമയത്ത് റോഡ് ഏതാണ് തോട് ഏതാണ് എന്നറിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പരിസര പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് കയറുന്ന ചെറിയ പാലങ്ങളും റോഡിലുള്ള ചെറിയ അടയാളങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ആളുകൾ ഈ സമയത്ത് ഇതിലൂടെ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ കാണുന്ന ആ ദൃശ്യങ്ങൾ കാണുന്ന ഇത്തരത്തിലുള്ള ഒരു ഫുട്പാത്ത് അല്ലെങ്കിൽ ചെറിയൊരു കനാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ഓവുചാലിൻ്റെ ഭാഗമൊന്നും ഇന്നലെ പൂർണ്ണമായും മുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് പോകുന്ന ചെറിയ കോൺക്രീറ്റ് സ്ലാബുകൾ പോലും ഇന്നലെ കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിന് താഴത്തേക്ക് മാത്രമേ വെള്ളമുള്ളൂ. ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ പൂർണ്ണമായി മാറുമെന്ന് ഇത്തരത്തിൽ ഓവുചാലുകളിൽ നിന്നും തോടുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ജലത്തിൻ്റെ നീക്കം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇവിടെയുള്ള വെള്ളക്കെട്ട് വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ നീങ്ങിപ്പോവും എന്നുള്ള വിശ്വാസത്തിലാണ് ജനങ്ങളിപ്പോൾ ഉള്ളത്. ഇന്നലെ അകത്ത് കയറി, ഇന്നലെ ഇവിടുന്ന് ആർക്കും വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇന്നലെ ആ മഴ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഇവിടുന്ന് മാറേണ്ടി വരുമായിരുന്നു. ഇതിപ്പോൾ കടലിലേക്ക് പോകുന്ന തോട് ഇതിലൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ ആ വെള്ളം തികച്ചും ഈ തോട്ടിലൂട്ടേ വരുന്നത്. ഈ തോട്ടിലൂട്ടേ വരുമ്പോഴാണ് 2 സ്ഥലത്തേക്കും ഇങ്ങനെ പറമ്പുകളിലേക്ക് വെള്ളം കയറുന്നത്. വെള്ളം വീട്ടിൽ കയറിയിട്ടില്ല, സ്റ്റെപ്പിന് മേലെ കയറി. പിന്നെ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്തോട്ട് നടക്കുന്ന സമയത്ത് കുറേ വെള്ളം ഉണ്ടായിന്. പക്ഷെ ഇന്നെല്ലാം പോയി വെള്ളം. മിനിഞ്ഞാന്ന് ഉച്ചക്ക് ആണ് വെള്ളം നല്ലോണം കയറിയത്. നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയിന്. എല്ലാ ഭാഗത്തും മണ്ണിട്ട് നികത്തി, ചില ഭാഗങ്ങൾ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളത്തിൽ തന്നെ ഉള്ള ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ചാലാട് നിന്ന് മണലിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയിലാണ്. ഇന്നലെ ഇതായിരുന്നില്ല ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ സുഗമമായി നീങ്ങുന്നത്. പക്ഷേ ഇന്നലെ ഇവിടെ ഒരു സൈക്കിളിനോ അല്ലെങ്കിൽ ഒരു ബൈക്കിനോ പോലും സുഗമമായി സമാധാനപരമായി സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഈ പ്രദേശത്തെ ഇടറോഡുകളിലൊന്നും തന്നെ കാര്യമായി തെരുവുവിളക്കുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നത് ഇത്തരത്തിൽ ഇവിടെ ഒരു അപകട സാധ്യത കൂടി വർദ്ധിപ്പിച്ചിരുന്നു. എന്തായാലും ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസത്തിലാണ്. ഏകദേശം ഒരു 90% തന്നെ വെള്ളം ഇത്തരത്തിൽ ഇവിടെ നിന്ന് പിൻവാങ്ങി എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. പള്ളിയാമൂല കനാലിൽ നിന്നോ തോടുകളിൽ നിന്നോ വെള്ളം കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം ഇപ്പോഴും അവർക്കുള്ളിൽ തുടരുന്നുണ്ട്. മണലിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.